ഹലോ എവരിവൺ. എജു ഡൊമൈൻ്റെ പുതിയൊരു ക്ലാസ് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഡിഗ്രി മെയിൻസ് എക്സാം ഒക്കെ വരാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സീരീസ് ഓഫ് ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് ഇക്കണോമിയിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ നമ്മൾ ഇന്ന് മുതൽ ഓരോ ദിവസവും ഓരോ ഇമ്പോർട്ടന്റ് ടോപ്പിക്, ഓരോ സബ്ജക്ട്, ഇപ്പോൾ പൊളിറ്റി, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, ഇതൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ചെറിയ മൈക്രോ ടോപ്പിക് എടുത്ത് നമ്മൾ ലൈവ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു 30 മിനിറ്റിന്റെ ക്ലാസ്സുകളായിട്ട് അങ്ങനെ പോകും. ഇതിനെല്ലാം പിന്നെ പി ഡി എഫും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ പി ഡി എഫ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ലിങ്ക് അതിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പൊ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോ ഇൻഫ്ലേഷൻ എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഏറ്റവും ഡിസ്കസിങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് വിലക്കയറ്റാണ്. ഇപ്പൊ എല്ലാ സാധനങ്ങളുടെയും വില ഇങ്ങനെ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടുപകരണ സാധനങ്ങളാണെങ്കിലും പിന്നെ ഫ്യൂൽ പ്രൈസ് ആണെങ്കിലും എല്ലാം എന്താണ് ഓരോ മാസം ഡേ ബൈ ഡേ ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊട്ടും ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് നമ്മൾ എടുക്കാനുള്ളത്, മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എക്കണോമിക്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ, ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സാധാരണ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വിലയിൽ ഉണ്ടാവുന്ന മാറ്റം, വിലയിൽ ഉണ്ടാവുന്ന ഉയർച്ചയാണ് എന്ത്, അല്ലെങ്കിൽ വില ഉയർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം നമ്മൾ 1 കിലോ അരി വാങ്ങിയത് 30 രൂപക്കാണ്. കഴിഞ്ഞ മാസം നമ്മൾ കിലോ അരി വാങ്ങി 30 രൂപക്കാണ്. ഈ മാസമായപ്പോൾ അതെന്ത് 40 രൂപയായി. ഇപ്പൊ എന്ത് മാറ്റം വന്നു, ഒരു 10 രൂപയുടെ ചേഞ്ച് വന്നിട്ട്, 10 രൂപയുടെ ചേഞ്ച് ആണ് വന്നിട്ട്. ഈ 10 രൂപ ഇവിടെ ഇൻഫ്ലേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കോമൺ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഇൻഫ്ലേഷൻ റെഫേഴ്സ് ടു ദ ജനറൽ റൈസ് ഓഫ് പ്രൈസ് ലെവൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ എക്കണോമി ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഒരു പീരിയഡ് ഓഫ് ടൈം എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന സാധന സേവനങ്ങളുടെ വിലയിൽ ഉണ്ടാവുന്ന ഉയർച്ച അല്ലെങ്കിൽ മാറ്റം, ഒരു പോസിറ്റീവ് മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അരിയുടെ കേസ് എടുത്തപ്പോൾ കഴിഞ്ഞ മാസം 30 വാങ്ങിയ അരി നമ്മൾ ഇപ്രാവശ്യം 40 വാങ്ങുന്നു. ഇപ്പൊ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പെട്രോൾ. രണ്ടോ മൂന്നോ മാസം മുമ്പ് നമ്മൾ പെട്രോൾ 110ആണെങ്കിൽ ഇപ്പൊ എന്താ 115ആണ്. 5 രൂപയുടെ മാറ്റം വന്നിട്ട് 5 രൂപയുടെ അടുത്ത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ പല ടൈപ്പുകളുണ്ട്. ഇപ്പൊ പ്രധാനമായും നമുക്ക് എക്സാം ചോദിക്കുക ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് കൂടുതൽ ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെ ടൈപ്പുകൾ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന റീസണെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻഫ്ലേഷൻ പ്രധാനമായിട്ടും 3 ടൈപ്പുകളായിട്ട് പറയുന്നത്. അത് ഏതൊക്കെ രീതിയിലാണ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് അതിന്റെ ബേസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 3 ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ, അതായത് ഒരു സാധനങ്ങൾ ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും, അത് വിലക്കയറ്റത്തെ സ്വാധീനിക്കും. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു സ്ഥലത്ത് ഏകദേശം ഒരു 150 കിലോന്റെ അരി ആവശ്യമുണ്ട്. പക്ഷെ അവിടെ സപ്ലൈ ഉള്ളൂ 100 കിലോ മാത്രമേ ഉള്ളൂ. അപ്പോൾ 150 കിലോന്റെ ഡിമാൻഡ് ഉണ്ട്, പക്ഷെ 100 രൂപയുള്ളൂ. അപ്പൊ അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ വില കൂടാനുള്ള ഡിമാൻഡ് കൂടുതലാണ്. ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ആ സാധനത്തിന്റെ വില ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. ആ ഡിമാൻഡ് എന്ത് ചെയ്യും, ആ പിന്നെ വിലയെ പുള്ളി വിളിക്കും. ആ ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഒരു സാധനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ചെലവിലുണ്ടാവുന്ന ഉയർച്ച. ചിലപ്പോൾ അത് പല കാര്യങ്ങൾ കൊണ്ടാകും. ഇപ്പോൾ അവിടുത്തെ വർക്കേഴ്സിന്റെ കൂലി കൂട്ടുന്നതുകൊണ്ടാകും, അല്ലെങ്കിൽ ഇൻപുട്ട് സാധനങ്ങളുടെ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കൂടുന്നതുകൊണ്ടാകും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും എന്ത് ചെയ്യും, കോസ്റ്റ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ് കൂടും. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് അതിന്റെ ആ സാധനത്തിന് വിലയിലും എന്ത് ചെയ്യും, മാറ്റം വരും എന്നുള്ളതാണ്. ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു പെർസ്പെക്റ്റീവ് വ്യൂ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ ആണ്. പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുകയാണ് എന്താണ് ലിവിങ് കോസ്റ്റ് കൂടുതലാണ് എന്നുള്ളത്. അപ്പൊ ലിവിങ് കോസ്റ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അവിടെ കൂലി കൂട്ടി ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യും, കൂലി കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും
പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുക, അത് വലിയ പിന്നെയും മാറ്റം വരും. അതാണ് ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് ആളുകളുടെ മൈൻഡ് സെറ്റിൽ കൊണ്ടുണ്ടാവുന്ന ഒരു ലൂപ്പാണ്, അല്ലെങ്കിൽ മൈൻഡ് സെറ്റിൽ ഉണ്ടാവുന്ന ഇൻഫ്ലേഷൻ ആണ് ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഒരു ലൂപ്പ് പോലെ കിടക്കുന്ന സംഭവമാണ് എന്നതാണ്. നമുക്ക് ഓരോ ഇൻഫ്ലേഷൻസ് എടുത്തു നോക്കാം. അതിൽ ഫസ്റ്റ് ഇൻഫ്ലേഷൻസ് ആണ് എന്ത്? ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞത്. ഡിമാൻഡ് ഫുൾ, അതായത് ഒരു സാധനങ്ങൾ ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അതിന്റെ സാധനത്തിന്റെ വിലയും കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇത് പറഞ്ഞ ഇറ്റ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ, അതായത് ഒരു സാധനത്തിന്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണ്? അതിന്റെ സപ്ലൈനേക്കാൾ കൂടുതലാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് അവിടുത്തെ ആളുകളുടെ മൊത്തം അരികളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു 200 കിലോഗ്രാം ആണ് എന്ന് വെക്കുക. പക്ഷെ അവിടെ സപ്ലൈ 100 അതായത് സപ്ലൈനേക്കാളും ഇരട്ടിയാണ് നമ്മുടെ ഡിമാൻഡ്. അപ്പൊ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ആ ഡിമാൻഡ് എന്ത് ചെയ്യും? ആ സാധനത്തിന്റെ വില എന്ത് ചെയ്യും? സ്വാധീനിക്കും. അപ്പോ പൊതുവെ സെല് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും? വില കൂട്ടും. അപ്പോൾ ഏറ്റവും വില കൂടുതൽ കൊടുത്തു വാങ്ങുന്നത് സാധനം വാങ്ങും, അല്ലാത്തവർക്ക് സാധനം കിട്ടില്ല. അതായത് ആ ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? സാധനത്തിന്റെ വില കൂട്ടാനുള്ള ഒരു കാരണമാകും. ആ ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ. ഇത് പല റീസൺ കൊണ്ടും ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകും. ഇത് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് ഇൻക്രീസ് സ്പെൻഡിങ്, അതായത് സ്പെൻഡിങ് കൂടുമ്പോൾ പിന്നെ സ്പെൻഡിങ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. എപ്പോഴൊക്കെ സ്പെൻഡിങ് കൂടാം? ഇപ്പോൾ നമ്മൾ സാധാരണ വ്യക്തികളുടെ ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആളുകളുടെ ഇൻകം കൂടി വിചാരിക്കാം. ഇൻകം ഇൻക്രീസ് ചെയ്തു. അത് ഒരാൾക്ക് സാലറി 10,000 രൂപയാണെന്ന് വിചാരിക്കുക. അതൊരു 25,000 രൂപയ്ക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടും. അപ്പൊ എന്ത് ചെയ്യും? അവർ കൂടുതൽ സാധനങ്ങൾ എന്ത് ചെയ്യും? വാങ്ങാനുള്ള ഒരു പിന്നെ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ ഇൻകം, വരുമാനം കൂടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? കൂടുതൽ സാധനം വാങ്ങാനുള്ള ഒരു തോട്ട് കൂടും. അപ്പോൾ എന്ത് ചെയ്യും? സാധനങ്ങളുടെ ഡിമാൻഡ് കൂടാം എന്നതാണ്. രണ്ടാമത് ബിസിനസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബിസിനസ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ കൂടുതൽ ജോലികൾ ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പൊ എന്ത് ചെയ്യും? ആളുകളുടെ കയ്യിൽ എന്ത് ചെയ്യും? ഒരുപാട് പൈസ വന്നു ചെയ്യും. അതായത് ആളുകൾക്ക് വരുമാനം കൂടും. വരുമാനം കൂടുമ്പോൾ ഓവറായിട്ട് സാധനം വാങ്ങാനുള്ള ഒരു കൂടും. അതും ചെയ്യും? സാധനങ്ങളുടെ വില കൂടും. ഇവിടെയൊക്കെ എന്ത് ചെയ്യും? ആളുകളുടെ കയ്യിലെ പൈസ കൂടുകയാണ്. പൈസ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായി ഒരു സാധനം വാങ്ങാനുള്ള, അപ്പൊ നമ്മുടെ കയ്യിലൊക്കെ പൈസ കൂടുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് നല്ല സാധനം കൂടുതൽ വാങ്ങാൻ നോക്കും. അത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന സാധനം കുറച്ചും കൂടുതൽ വാങ്ങാനുള്ള ത്വര ഉണ്ടാവും. പക്ഷെ അവിടെ സാധനം വാങ്ങാൻ ത്വര കൂടുമ്പോൾ അവിടെ എന്ത് കൂടുന്നില്ല? സപ്ലൈ ഒരേപോലെ നിൽക്കുക. സപ്ലൈയിൽ ഒരു മാറ്റമില്ല. ഗുഡ്സ് സർവീസ് സപ്ലൈയിൽ ഒരു മാറ്റമില്ല. അവിടെ എന്ത് മാത്രമേ കൂടുന്നുള്ളൂ? ഡിമാൻഡ് മാത്രമേ കൂടുന്നുള്ളൂ. രണ്ടാമത് ഗവൺമെന്റിന്റെ സ്പെൻഡിങ്. ഗവൺമെന്റ് സ്പെൻഡിങ് എന്ന് പല ടൈപ്പിലാവും. ഗവൺമെന്റ് പുതിയ പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റു പല പ്രോജക്റ്റ് ആളുകൾക്ക് ഇത് പൈസ എത്തിക്കുന്ന രീതിയിലുള്ള സ്പെൻഡിങ്, ഇപ്പൊ പെൻഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതൊക്കെ വരുമ്പോൾ ആളുകളുടെ കയ്യിൽ വീണ്ടും പൈസ കൂടും. പൈസ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടും. സ്പെൻഡിങ് കപ്പാസിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും? സാധനങ്ങളുടെ പിന്നെ ഡിമാൻഡ് കൂടും. പക്ഷെ സപ്ലൈ അവിടെ എന്ത് ചെയ്യില്ല? ഒന്നാമതില്ല. അപ്പൊ കോൺസ്റ്റന്റ് ആണ് സപ്ലൈ. ഡിമാൻഡ് അവിടെ എന്താണ്? കൂടാണ് എന്നുള്ളതാണ്. അപ്പൊ ആളുകൾ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടുമ്പോഴാണ് ഡിമാൻഡ് കൂടാൻ ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? അവിടെ വില കൂടാനുള്ള ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ സപ്ലൈ ഷോർട്ടേജ്. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് 100 കിലോ സാധാരണയായിട്ട് വരുന്നത് 50 കിലോ ആയിട്ട് മാറും. പക്ഷെ അവിടെ എന്താ? ഡിമാൻഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ സപ്ലൈ കുറഞ്ഞു. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? സപ്ലൈ ബോട്ടിനൊക്കെ ഉണ്ടാകും. അവിടെ ഡിമാൻഡ് അഫക്ട് ചെയ്യുമ്പോൾ അവിടെ ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ ഉണ്ടാവാണ്ട് ഒരു സിറ്റുവേഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നതാണ്. ഇത്ര റീസൺ കൊണ്ടാണ് ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനിലോട്ട് പോയി നോക്കാം. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഒരു സാധനം ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു ചെലവുണ്ട്. ആ ചെലവ് എന്ത് ചെയ്യേണ്ട? അതിന്റെ വിലയെ ഒന്ന് പുഷ് ചെയ്യുക. ആണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പറയുന്നത് ഇപ്പോ ഒരു ഗോതമ്പ് ഉണ്ടാക്കാൻ എന്ത് വേണം? അല്ല, ഗോതമ്പ് പൊടി ഉണ്ടാക്കാൻ എന്ത് വേണം? ഗോതമ്പ് വേണം. അപ്പൊ ഗോതമ്പിന്റെ വില കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗോതമ്പ് പൊടിയുടെ വിലയും കൂടും. അതായത് റോ മെറ്റീരിയൽസിന്റെ വില കൂടുക. റോ മെറ്റീരിയൽസിന്റെ വില കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കോസ്റ്റ് കൂടും. കോസ്റ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ചെലവ് അവിടെ പ്രതിഫലിക്കും. ആ സാധനത്തിന്റെ വിലയിലും പ്രതിഫലിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? വെയിറ്റ്, അതായത് പണിക്കാർക്കുള്ള കൂലി കൂടുക. പണിക്കാരുടെ കൂലി കൂടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. അങ്ങനെ
ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ് ഉണ്ടാവുന്ന മാറ്റം അതിന്റെ ഫൈനൽ പ്രൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ പ്രതിഫലിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ഇൻഫ്ലേഷനെയാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും പ്രധാനമായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് കോസ്റ്റുകൾ കൂടുക എന്നതാണ്. ഇൻപുട്ട് കോസ്റ്റുകൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും എന്നുള്ളതാണ്. പിന്നെ എന്താ? വെയിറ്റ് റേറ്റ്, ആളുകളുടെ കൂലി കൂടുക എന്നുള്ളതാണ്. ആളുകളുടെ കൂലി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. അല്ലെങ്കിൽ fuel പ്രൈസ്, ഇപ്പൊ എന്താണ്, ഇപ്പൊ പെട്രോളും ഡീസലും എല്ലാ fuelന്റെയും ഗ്യാസിന്റെ ഒക്കെ വില കൂടുതലാണ്. അതും എന്ത് സംഭവിക്കും? പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടും എന്നുള്ളതാണ്. അപ്പം അവിടെ എന്താണ്, ഇതൊക്കെ എന്താണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും? സാധനങ്ങൾ വിലയിലും അത് മാറ്റി വരും. അതാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ എന്താണെന്ന് നോക്കാം. ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് വൈജ് പ്രൈസ് സ്പൈറൽ അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ഇൻഫ്ലേഷൻ ആണ് എന്ന് പറയും. അതായത് ഇത് ലൂപ്പ് പോലെ കിടക്കുന്ന സംഭവമാണ്. അപ്പൊ ആളുകൾ വിചാരിക്കുകയാണെങ്കിൽ അവിടെ ലിവിങ്, കാരണം ഭാവിയിൽ എന്താണ്, സാധനങ്ങളുടെ വില കൂടും, അവിടെ ലിവിങ് കോസ്റ്റ് കൂടും. ലിവിങ് കോസ്റ്റ് കൂടുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? കൂടുതൽ വരുമാനം വേണ്ടി വരും. അപ്പൊ അവർ എന്ത് ചെയ്യും? കൂടുതൽ കൂലി ചോദിക്കും. അപ്പൊ കൂടുതൽ കൂലി ചോദിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്രൊഡ്യൂസേഴ്സ്, ആൾക്ക് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ആൾക്കാർ വേണം, പണിക്കാർ വേണം. പണിക്കാർ കൂലി വയ്ക്കണമെങ്കിൽ കൂടുതൽ കൂലി കൊടുക്കേണ്ടി വരും. കൂടുതൽ കൂലി കൊടുക്കുമ്പോൾ അത് എവിടെ പ്രതിഫലിക്കും? പ്രൊഡക്ഷൻ കോസ്റ്റ് പ്രതിഫലിക്കും. പ്രൊഡക്ഷൻ കോസ്റ്റ് പ്രതിഫലിക്കുമ്പോൾ സാധനങ്ങളുടെ വിലയിലും പ്രതിഫലിക്കും. അങ്ങനെ ഇൻഫ്ലേഷൻ. ഇതാണ് ബിൽറ്റ് ഇൻഫ്ലേഷൻ. ഇതെന്താണ്? ഒരു ലൂപ്പ് പോലെ കിടക്കുന്ന ഒരു ഇൻഫ്ലേഷൻ ആണെന്ന് പറയാം. ലൂപ്പ് പോലെ കിടക്കുന്ന ഒരു ഇൻഫ്ലേഷൻ ആണ് ഇത് ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഒക്കേഴ്സ് വെൻ വർക്കേഴ്സ് ഡിമാൻഡ് ഹയർ വേജ് ടു കീപ് അപ്പ് വിത്ത് ഇൻക്രീസിംഗ് കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് നമുക്ക് പറയുന്ന പോലെ. ഇതാണ് ഈ ടൈ ഈ ഇങ്ങനത്തെ മൂന്ന് പ്രധാനപ്പെട്ട ഇൻഫ്ലേഷൻസ് ആണ്. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന ഒരു കാരണത്തെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഫ്ലേഷനെ ക്ലാസിഫൈ ചെയ്തു. ഇനി അല്ലാതെ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന റേറ്റുകളുണ്ട്. ഇപ്പൊ ചില സമയത്ത് നമുക്ക് 2% ഇൻഫ്ലേഷൻ, പ്രീവിയസ് വിലനെ അപേക്ഷിച്ച് 2% വില കൂടുന്നു, 5% വില കൂടുന്നു, 10% വില കൂടുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ വിലക്കയറ്റത്തെ പല 4 ടൈപ്പുകളായിട്ട് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയക്കണം. ഒന്ന്, ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ വളരെ മിനിമൽ ലെവലിലാണ്, 2 to 3% വരെയൊക്കെ ഇൻഫ്ലേഷൻ ചെല്ലുക. അതിന് നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ, ക്രീപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇഴഞ്ഞു പോകുന്ന ഇതിനെയാണ് നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പാമ്പൊക്കെ എഴുതുന്നത് ഇത് വളരെ സ്ലോലി ഇഴഞ്ഞു പോകുക, അതാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പിന്നെ വാൾക്കിംഗ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ കുറച്ച് മോഡറേറ്റ് ലെവലാണ്, അപ്പോൾ 10% താഴെയാണ് ഇൻഫ്ലേഷൻ. വാൾക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയും. പിന്നെ ഗല്ലോപ്പിംഗ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ഭയങ്കര സ്റ്റഡി ആൻഡ് ഭയങ്കര ഫാസ്റ്റ് ആണ്, ഒരു 2 ഡിജിറ്റിലേക്ക് 20% 30%, 50% ഒക്കെ ആയിട്ട് ഇൻഫ്ലേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ ഗല്ലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയും. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ശരി, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ഒരു 100 to 200% വൻ വിലക്കയറ്റങ്ങൾ വരികയാണ്. അതായത് ടോട്ടൽ ഒരു എക്കണോമിക് കൊളാപ്സ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഫ്ലേഷൻസ് ആണ്. അതിന് നമ്മൾ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇനി നമുക്ക് ഓരോ ഇൻഫ്ലേഷൻസ് ഒന്ന് നോക്കാം. ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു സ്ലോ ആൻഡ് സ്റ്റഡി റേറ്റിൽ എന്ത് ചെയ്യുക? ഇൻഫ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുക. അതായത് ഒരു 3% താഴെയാണ് ഇൻഫ്ലേഷൻ നടക്കുക. 1 to 2% ഒക്കെ ഇൻഫ്ലേഷൻ ചെയ്യുള്ളൂ. അതിന് നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയും. എപ്പോഴും ഒരു എക്കണോമിയിൽ എന്ത് ചെയ്യുന്നത്? ഒരു ചെറിയ തോതിൽ ഇൻഫ്ലേഷൻസ് വേണം. ഇൻഫ്ലേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുക? ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് ബൂസ്റ്റുകൾ ഉണ്ടാവുക. സാധനങ്ങൾ വില കൂടുമ്പോൾ കുറച്ചും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. പ്രൊഡക്ഷൻ കൂടുമ്പോൾ കുറച്ച് കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യപ്പെടും. എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടും. കൂടുതൽ ആൾക്ക് ജോലി കിട്ടുമ്പോൾ വരുമാനം കിട്ടും. വരുമാനം കിട്ടുമ്പോഴാണ് കൂടുതൽ പുതിയ പുതിയ എക്കണോമിക് ആക്ടിവിറ്റീസ് ജനറേറ്റ് ചെയ്യപ്പെടും. ഇതൊരു സൈക്കിളായിട്ട് പോകുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ എന്ത് വേണം? ഒരു പിന്നെ ഇൻഫ്ലേഷൻ വേണം. അതായത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എപ്പോഴും എക്കണോമിക് എന്താണ്? ഒരു ഹെൽത്തി ആണ്. അതായത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എപ്പോഴും എക്കണോമിക് ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന, എക്കണോമിക് ഒരു ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് നോർമൽ എക്കണോമിക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഫ്ലേഷൻ റേറ്റ് ആണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. എക്കണോമിക് എപ്പോഴും ഹെൽത്തി ആയിട്ട് തുടരുന്ന ഒരു ഇൻഫ്ലേഷൻ റേറ്റ് ആണ് ക്രീപ്പിംഗ് എന്ന് പറയുന്നത്. എപ്പോഴും എക്കണോമിയിൽ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ വേണമെന്നാണ്. എന്നാൽ മാത്രമാണ് ആ എക്കണോമി എന്ത് ചെയ്യുള്ളൂ? ഗ്രോ ചെയ്യുകയുള്ളൂ എന്നതാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ് വാൾക്കിംഗ് ഇൻഫ്ലേഷൻ.
അതായത് നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷനൊക്കെ കുറച്ചും കൂടുതൽ ഇൻഫ്ലേഷൻ റേറ്റ് നടക്കുക അതിന് നമ്മൾ ഫ്ലോട്ടിംഗ് ഇൻഫ്ലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് റേറ്റ് ആണ്. അത് ഒരു 3 to 10% വരെയുള്ള ഒരു ഇൻഫ്ലേഷൻ റേറ്റിന് വാൾക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് പൊതുവെ എന്താണ് എക്കണോമിക് ഒരു സിഗ്നൽ കൊടുക്കണം. അതായത് ഇത് കൺട്രോൾ ചെയ്യണം, ഇല്ല എന്നുണ്ടെങ്കിൽ എക്കണോമിക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും. ആളുകളുടെ പർച്ചേസിങ് പവർ പാരിറ്റി എന്ത് ചെയ്യും, കുറക്കും. അതായത് നമ്മുടെ മണിയുടെ പർച്ചേസിങ് പവർ ആണ്. അപ്പൊ 10 രൂപ കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ 15 രൂപക്ക് മേടിക്കണം. അപ്പൊ എന്താണ് സാധനം അപേക്ഷിച്ച് എന്താണ് നമ്മുടെ മണിയുടെ വാല്യൂ അവിടെ കുറയുന്നുണ്ട്. അപ്പൊ ഇത് എക്കണോമിക് സിഗ്നൽ കൊടുക്കുന്ന ഒരു ഇൻഫ്ലേഷൻ ആണ് വാൾക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. എന്ത് ചെയ്യും, നമ്മുടെ മണിയുടെ വാല്യൂ കുറക്കും എന്നുള്ളതാണ്. 3 to 10% വരെയാണ് ഇതിന്റെ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഗല്ലോപ്പിംഗ് ഇൻഫ്ലേഷൻ. ഗല്ലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതിന് മറ്റു പേര് റണ്ണിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ജമ്പിംഗ് ഇൻഫ്ലേഷൻ എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് 2 digit ആണ്. 10%, 20%, 30, 50% ഒക്കെ എന്ത് ചെയ്യണം ഇൻഫ്ലേഷൻ വരുന്ന ഗല്ലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ് നമ്മുടെ എക്കണോമി തകരുന്നതിന്റെ ഒരു സൈനാണ് എന്ത് ചെയ്യുന്നത് ഈ ഗല്ലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇന്ന് നമ്മൾ 10 രൂപ വാങ്ങുന്ന സാധനം നാളെ 50 രൂപ കൊടുക്കണം. അപ്പൊ എന്താ നമ്മുടെ എക്കണോമി, നമ്മുടെ മണിയുടെ വാല്യൂ പറ്റിയ തകർന്ന് തരിപ്പണമാവുന്ന ഒരു അവസ്ഥയാണ്. അതെന്താ എക്കണോമി തകരുന്നതിന്റെ സൈനാണ് ഈ ഗല്ലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇൻഫ്ലേഷൻ ആണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര എക്സ്ട്രീം ആൻഡ് ഹൈ ഇൻഫ്ലേഷൻ ആണ്. അതായത് ഇത് ടോട്ടലി എക്കണോമി തകരുന്ന തരത്തിലുള്ള ഒരു ഇൻഫ്ലേഷൻ, കൊളാപ്സ് ആവുന്ന തരത്തിലുള്ള ഇൻഫ്ലേഷൻസ് ആണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. നമ്മുടെ കറൻസി പോലെ പാടെ തകർന്ന് തരിപ്പണമാവും. അതായത് നമ്മൾ 10 രൂപക്കൊക്കെ വാല്യൂ ഉള്ള സാധനം നമ്മൾ 500 രൂപ 1000 രൂപ കൊടുക്കുന്ന അവസ്ഥ വരുമല്ലോ, അതാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഇവിടെ ഇപ്പോൾ ട്രിപ്പിൾ ഡിജിറ്റിലേക്ക് മാറുക. അതായത് 100%, 200% ഇൻഫ്ലേഷൻ ഉണ്ടാവുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഇൻഫ്ലേഷൻ കൗണ്ട് ചെയ്യുന്നത്, അതിന് മുമ്പ് ഇൻഫ്ലേഷൻ സൈക്കിൾ ഒന്ന് നോക്കാം. ഈ ഒരു ഗ്രാഫിൽ ഈ കാണുന്ന ഒരു ലൈൻ, ഇതാണ് ഒരു ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ എന്താ ഒരു ഫുൾ എംപ്ലോയ്മെന്റ്, ഒരു നോർമൽ ഒരു എക്കണോമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം ഇൻഫ്ലേഷൻ പോയിന്റ് ആണ് എന്നുള്ളതാണ്. ഈ ഇക്വിലിബ്രിയം പോയിന്റ് താഴോട്ട് പോകുന്ന ഈ സിറ്റുവേഷൻ നമ്മൾ എന്തുവാ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് ഒരു ഫുൾ എംപ്ലോയ്മെന്റിലോട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ് നമ്മൾ റീഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് നമ്മൾ വീണ്ടും മുകളിലോട്ട് വില വീണ്ടും കുതിച്ചു വരുന്നതിന് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇതിന് താഴോട്ട് പോകുന്നതിന് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ പറയും. പിന്നെ ഈ ഫുൾ എംപ്ലോയ്മെന്റ് വീണ്ടും താഴോട്ട് പോകുന്നതിന് ഡീഫ്ലേഷൻ എന്നും നമ്മൾ പറയും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ടോട്ടൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ സൈക്കിൾ ഒന്ന് പഠിച്ചേക്ക്, ഈ ടെർമിനോളജികൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഇൻഫ്ലേഷൻ ഇൻഡൈസസുകൾ ഏതൊക്കെയാണ് നോക്കാം. ഇൻഫ്ലേഷൻ ഇൻഡൈസസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൈം പീരിയഡിൽ നമ്മുടെ ഇവിടെ സെല് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാവുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സുകളാണ് ഇൻഫ്ലേഷൻ ഇൻഡെക്സുകൾ എന്ന് പറയുന്നത്. അത് ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാവും. അതെന്ത് ചെയ്യും, അതായത് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് നോർമലി ആളുകൾ വാങ്ങുന്ന ഗുഡ്സ് ആൻഡ് സർവീസുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ മെഷർ ചെയ്യുന്നതാണ് ഈ ഇൻഫ്ലേഷൻ ഇൻഡെക്സുകൾ എന്ന് പറയുന്നത്. ഇത് പെർസെൻറ്റേജിലാണ് ഇത് മെഷർ ചെയ്യുന്നത് പെർസെൻറ്റേജ് കണക്കിലാണ്. അതായത് 10% മാറ്റമുണ്ടായി, 20% മാറ്റമുണ്ടായി എന്നുള്ള രീതിയിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 ഇൻഡെക്സുകളാണ് നമുക്കുള്ളത്. ഒന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്. അങ്ങനെ 3 ഇൻഡെക്സുകളാണ് ഇന്ത്യയിൽ എന്ത് മെഷർ ചെയ്യുന്നത്. ഇനി ഓരോ ഇൻഡെക്സുകൾ ഏതൊക്കെ എന്നുള്ളത് നോക്കാം. അതിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഹോൾസെയിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇപ്പൊ അരിയൊക്കെ ഉണ്ടാകുന്നത്, അരിക്ക് കച്ചവടക്കാരെന്ത് ചെയ്യും, ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് എന്ത് ചെയ്യും, അരിയും മറ്റു പച്ചക്കറികളൊക്കെ വാങ്ങും. അങ്ങനെ ആ ഹോൾസെയിൽ മാർക്കറ്റിൽ സാധനങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. ഇത് പബ്ലിഷ് ചെയ്യുന്നത്, ഈ ഹോൾസെയിൽ പ്രൈസ് പബ്ലിഷ് ചെയ്യുന്ന ആരാണ്, ഓഫീസ് ഓഫ് ഇക്കണോമിക് അഫയർ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും എക്സാം ചോദിക്കാറുണ്ട്.
ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? അത് ഓഫീസ് ഓഫ് എക്കണോമിക് അഫയർ. ഓഫീസ് ഓഫ് എക്കണോമിക് അഫയർ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് DPIIT, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന DPIITയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഓഫീസാണ് ഓഫീസ് ഓഫ് ഇക്കണോമിക് അഫയർ എന്ന് പറയുന്നത്. ഇപ്പോ ബൈസ് ഇയർ എന്ന് പറയുന്നത് ഇതൊരു ബൈസ് ഇയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുക. അത് ബൈസ് ഇയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2022-23 അരിക്ക് 10 രൂപയാണ്. അരിക്ക് 10 രൂപയാണ്. ഇപ്പോൾ 2025 എന്ത് ചെയ്തത്? 2025 അതിന് 15 രൂപയാണ്. അത് ഈ 2022 ഈ 10 രൂപ വെച്ചിട്ട് 10 രൂപ 25 കൂട്ടില്ല, 5 രൂപ കൂട്ടില്ല. അപ്പൊ എന്താണ് 50% അവിടെ എന്ത് ചെയ്യുന്നത് വ്യത്യാസം വരുന്നത്. അതായത് ഈ ബേസ് ഇയറിലെ റേറ്റ് വെച്ചിട്ടാണ് ഇപ്പൊ കറന്റ് ഇയറിലെ പ്രൈസുകൾ മാറ്റങ്ങൾ എന്ത് ചെയ്യുക അളക്കുക. എന്നിട്ട് അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് പെർസെന്റേജ് കണക്കാക്കിയിട്ട് എത്ര പെർസെന്റേജ് ആണ് ഇൻഫ്ലേഷൻ എന്നുള്ളത് കണക്കൂട്ടും. ഇപ്പോഴത്തെ കറന്റ് ബേസ് ഇയർ എന്ന് പറഞ്ഞ് 2022-23 ഇപ്പോഴാണ് ബേസ് ഇയർ മാറ്റി. മുമ്പ് 2011-12 2011-12 ബേസ് ഇയർ ഉണ്ടായിരുന്നു. ഇപ്പൊ 2022-23 ബേസ് ഇയർ എന്ത് ചെയ്യുന്നു മാറ്റിയിട്ടുണ്ട്. അപ്പൊ 22-23 ഇപ്പൊ ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കുറച്ച് സാധനങ്ങൾ വില ആണ് ബാസ്കറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇതിലുണ്ടാവും. അരി, പഞ്ചസാര ഒക്കെ പറഞ്ഞ കുറച്ചുണ്ടാവും. അതിന്റെ 22-23 വർഷങ്ങളിലെ പ്രൈസ് അവർ എന്ത് ചെയ്യും കുറച്ച് പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഓരോ വർഷങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ചെയ്യും. വിലകൾ ഈ 22 വിലയുമായിട്ട് കമ്പയർ ചെയ്ത് അതിൽ എത്ര പെർസെന്റേജ് മാറ്റം ഉണ്ടായി, അതാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് 957 ഗുഡ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് മെഷർ ചെയ്യുന്നുണ്ട്. 2014 വരെ എന്താണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ നമ്മൾ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി RBI ഫോർമുലേറ്റ് ചെയ്ത RBI ആണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്. ഗവൺമെന്റാണ് അതിന്റെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ RBI എന്ത് ചെയ്യും മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2014 വരെ ഈ ഫ്രെയിംവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട കോമ്പണന്റുകൾ എന്ന് പറയുന്നതാണ് മേജർ കോമ്പണന്റ് മാനുഫാക്ചർ പ്രൊഡക്റ്റ് ആണ് ഏറ്റവും വലിയ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഹയസ്റ്റ് വാല്യൂ പ്രൈമറി, സെക്കൻഡ് ഹയസ്റ്റ് പ്രൈമറി ആർട്ടിക്കിൾസ് ആണ്. കൂലം പവർ ആണ് ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്നുള്ളത്. ഈ കോമ്പണന്റുകൾ എന്ത് ചെയ്യുക പഠിച്ച് വെക്കുക. ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് വാങ്ങുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മളെ കൺസ്യൂമേഴ്സ് ആണ്, അപ്പൊ നമ്മള് കടയിൽ പോയി വാങ്ങുന്ന സാധനങ്ങളാവും. ആ സാധനങ്ങളുടെ വിലയിൽ വരുന്ന മാറ്റങ്ങൾ മെഷർ ചെയ്യുന്ന ഇൻഡെക്സ് ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ സാധനം പബ്ലിഷ് ചെയ്ത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ NSO ആണ് ഇത് കമ്പയർ മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്. അതിന്റെ അണ്ടറിലുള്ള ഒരു ഓഫീസാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. അവിടാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ചെയ്യുന്നത് മെഷർ ചെയ്ത്. ഇത് 3 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. റൂറൽ ഏരിയയിൽ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റൂറൽ ഏരിയയിൽ സാധാരണ ആളുകൾ വാങ്ങുന്ന സാധനം ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാവും, അത് മെഷർ ചെയ്യുക. അർബൻ ഏരിയയിൽ വാങ്ങുന്ന സാധനങ്ങൾ ഈ റൂറൽ ഏരിയ അപേക്ഷിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് വേറെ CP അർബൻ എന്നിട്ട് വേറെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് കമ്പൈൻഡ് എന്ന് ഇത് അർബൻ അല്ല കമ്പൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനം മൂന്നാമത്തെ കമ്പൈൻഡ് ആണ്. CP കമ്പൈൻഡ് എന്ന് പറയുന്ന 3 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സുകളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത് പ്ലേസ് ചെയ്യുന്നത്. ഈ CPI കമ്പൈൻഡ് ആണ് ഇപ്പോൾ നമ്മൾ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പൊ 2014 മുതൽ CPI കമ്പൈൻഡ് നമ്മൾ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 2014 വരെ WPI ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടാകുന്നത്. ഇനി ഇപ്പോ ബേസ് ഇയർ എല്ലാത്തിനും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ 2024 ഇപ്പൊ ഇതിന്റെ ബേസ് ഇയർ. മുമ്പ് 2012 ആയിരുന്നു ബേസ് ഇയർ. ഇപ്പൊ 2012 ആയിരുന്നു. ഇപ്പൊ മാറ്റി 2024 ആക്കി ബേസ് ഇയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ WPIനെ അപേക്ഷിച്ചിട്ട് CPI നോക്കുമ്പോൾ CPIയിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ത് ചെയ്യുന്നുണ്ട് മെഷർ ചെയ്യുന്നുണ്ട്.
ഗുഡ്സ് ആൻഡ് സർവീസ് മെഷർ ചെയ്യുന്നുണ്ട്. പക്ഷേ WPയിലാണ് ഗുഡ്സുകൾ മാത്രമാണ്. കാരണം നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റിൽ എന്താണ് സർവീസ് അവൈലബിൾ അല്ലല്ലോ. സർവീസ് നമ്മൾ ഹോൾസെയിൽ പിന്നെ ഡീലിംഗിലല്ലോ. ഗുഡ്സ് മാത്രമല്ലേ ഹോൾസെയിൽ ഡീലിംഗ് ഉള്ളൂ. അരി പഞ്ചസാര പോലത്തെ ഗുഡ്സുകൾ മാത്രമേ ഹോൾസെയിൽ ഉള്ളൂ. അപ്പോൾ WPയിലാണെങ്കിൽ എന്താണ് ഗുഡ്സുകൾ മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. പക്ഷേ CPIയിലാണെങ്കിൽ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ത് ചെയ്യുന്നുണ്ട് മെഷർ ചെയ്യുന്നത്. അത് എന്നിട്ട് ഇത് തമ്മിൽ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ആണ് ഇതെന്നുള്ള പറയുന്നത്. അപ്പോൾ CPIന്റെ ബേസ് 2024 ടോട്ടൽ 358 പ്രൊഡക്റ്റുകളാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഈ 358 പ്രൊഡക്റ്റുകൾ പല കാറ്റഗറി പല ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്യുന്നത് തിരിക്കുന്നുണ്ട്. അതിലൊന്ന് ഫുഡ് ആൻഡ് ബിവറേജ് ആണ് ഹയസ്റ്റ് വാല്യൂ ഉള്ളത്. ഇപ്പൊ അർബൻ ആണെങ്കിലും റൂറൽ ആണെങ്കിലും കമ്പൈൻഡ് ആണെങ്കിലും മൂന്നെണ്ണത്തിലും ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ളത് ഫുഡ് ആൻഡ് ബിവറേജ് ആണ്. പിന്നെ പാൻ ടുബാക്കോ ഇൻടോക്സിക്കന്റ് ക്ലോത്തിങ് ആൻഡ് ഫുട്വെയർ ഹൗസിംഗ് കൂൾ ആൻഡ് ലൈറ്റ് മിസ്ലേനിയസ് ആണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്ന പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സുകളാണ്. പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ആണ് ഇത്. ഒരു പ്രൊഡക്ഷൻ ലെവലിൽ വരുന്ന സാധനങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പല സാധനങ്ങളും ബിസ്ക്കറ്റ്, ഈ ബിസ്ക്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറിയിൽ ആ സാധനങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളാണ്, വിലയിൽ വരുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അവിടെ എന്തുകൊണ്ടൊക്കെ മാറ്റങ്ങൾ വരാം? ഇൻപുട്ട് കോസ്റ്റിന്റെ വില കൂടിയ മാറ്റങ്ങൾ വരാം. പിന്നെ ആളുകളുടെ കൂലി കൂടിയ വിലയിൽ മാറ്റങ്ങൾ വരാം. ഇപ്പൊ പാലിന്റെ വില കൂടി, അതായത് പാലുണ്ടാക്കുന്ന പാല് നമ്മൾ പാക്കറ്റ് പാല് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവിടെ എന്ത് ചെയ്യും വിലകൾ മാറ്റങ്ങൾ വരികയാണ്. അപ്പൊ അതെന്ത് ചെയ്യും പ്രൊഡക്ഷൻ പ്രൈസിലും കൺസ്യൂമർ പ്രൈസിലും ഒക്കെ മാറ്റങ്ങൾ വരും. അപ്പൊ പ്രൊഡക്ഷൻ ലെവലിൽ ഉണ്ടാകുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അതാണ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്. ഇത് പുതുതായി തുടങ്ങാൻ പോകുന്ന ഒരു ഇൻഡെക്സ് ആണ് എന്നുള്ളതാണ്. ഈ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സിന്റെ മെത്തഡോളജി റെക്കമെൻഡ് ചെയ്യുന്നത് ഗോൾഡർ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് ഈ ഒരു മെത്തഡോളജി റെക്കമെൻഡ് ചെയ്യും. ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്കൊന്ന് പിന്നെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഓടിച്ചിട്ട് നോക്കാനുള്ളത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് ബോക്സിൽ പറയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം അത് ഒന്ന് പറഞ്ഞു പോകാം എന്നുള്ളതാണ്. സോ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.